പൊന്നു കായ്ക്കുന്ന മരമായാലും പുരയ്ക്കു മീതെ ചാഞ്ഞാൽ വെട്ടിമാറ്റണം. ബംഗാളിലെ അധിർ രഞ്ജൻ ചൗധരിയുടെ കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനം എടുത്തിരിക്കുന്നു. ഇന്ത്യ മുന്നണിയെ വെട്ടിലാക്കുന്ന നിരവധി പ്രസ്താവനകൾ നടത്തി അധിർ രഞ്ജൻ ചൗധരി. അധിർ രഞ്ജൻ ചൗധരി ബംഗാളിൽ ചില്ലറക്കാരനല്ല. 25 വർഷമായി ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ് MP-യാണ് അധിർ രഞ്ജൻ ചൗധരി. ബഹ്റാംപൂരിൽ നിന്നാണ് അദ്ദേഹം തുടർച്ചയായി വിജയിക്കുന്നത്. ഇത്തവണയും അദ്ദേഹം ബഹ്റാംപൂരിൽ തന്നെയാണ് നിന്നത്. പക്ഷേ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ഇന്ത്യ മുന്നണിക്ക് വലിയ തിരിച്ചടിയായി മാറി. മമതാ ബാനർജിയുമായി സഖ്യമുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് BJP-യിലേക്ക് പോവുകയാണെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പ്രസ്താവിച്ചു. കോൺഗ്രസ് മറുപടി പറഞ്ഞില്ല. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി നിൽക്കുന്ന മമതാ ബാനർജി ഏത് നിമിഷവും BJP-യിലേക്ക് പോകുമെന്ന് മറ്റൊരു പ്രസ്താവന. തൃണമൂലുമായി സഹകരിച്ചുകൊണ്ട് ബംഗാളിലെ കോൺഗ്രസ്സിന് പോകാനാവില്ലെന്ന് മറ്റൊരു പ്രസ്താവന. തൃണമൂലുമായി സഹകരിക്കുന്നതിനേക്കാൾ നല്ലത് CPM-മായി സഹകരിക്കുന്നതാണെന്നും മമതാ ബാനർജിയെ ചവിട്ടിപ്പുറത്താക്കണമെന്നും മറ്റൊരു പ്രസ്താവന. ഇലക്ഷൻ സമയത്ത് തുടർച്ചയായി ഇന്ത്യ മുന്നണിയെ തകർക്കുന്ന പ്രസ്താവനകൾ ഇറക്കി അധിർ രഞ്ജൻ ചൗധരി. കോൺഗ്രസ് നിശബ്ദമായി നിന്നു. കാരണം ബംഗാളിൽ തിരഞ്ഞെടുപ്പാണ്. അതിനിടയിൽ അധിർ രഞ്ജൻ ചൗധരിയെ പുറത്താക്കിയാൽ ജനങ്ങൾക്കിടയിൽ അതൊരു സംസാര വിഷയമായി മാറും. ചൗധരിക്ക് രക്തസാക്ഷിയുടെ പരിവേഷം ലഭിക്കും. അതുകൊണ്ടാണ് മല്ലികാർജുൻ ഖാർഗെ നിശബ്ദനായി നിന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു: അധിർ രഞ്ജൻ ചൗധരിയെ പുറത്താക്കാൻ. അധിർ രഞ്ജൻ ചൗധരി കുറേ കാലമായി BJP അനുഭാവ പ്രസ്താവനകൾ നടത്തുന്നു. BJP-യുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നു. അതിൽ കോൺഗ്രസ് നേതൃത്വം അസ്വസ്ഥമായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരമൊരു പുറത്താകൽ, അധിർ രഞ്ജൻ ചൗധരിയെ പുറത്താക്കുന്നത് വലിയ ചർച്ചാ വിഷയമായി മാറുമെന്ന് കോൺഗ്രസ്സിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇയാളെ സഹിച്ചു. തെരഞ്ഞെടുപ്പ് കഴിയാറായി ബംഗാളിൽ. ഇനി അധിർ രഞ്ജൻ ചൗധരിയുടെ ആവശ്യം ബംഗാളിൽ കോൺഗ്രസ്സിനില്ല. അതുകൊണ്ട് തന്നെ അയാളെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു ഹൈക്കമാൻഡ്. സൂചനയായി മല്ലികാർജുൻ ഖാർഗെ തന്നെ പറഞ്ഞിരിക്കുന്നു: പാർട്ടിക്ക് എതിരായി സംസാരിച്ചാൽ എത്ര വലിയ ആളായാലും പുറത്തു പോകും. അതൊരു മുന്നറിയിപ്പാണ്. മല്ലികാർജുൻ ഖാർഗെയുടെ മുന്നറിയിപ്പ് അധിർ രഞ്ജൻ ചൗധരി പുറത്താകുന്നതിൻ്റെ സൂചനയായി മാറിയിരിക്കുന്നു. അതിനിടയിൽ അധിർ രഞ്ജൻ ചൗധരി BJP കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന് ഒരു വാർത്തയുണ്ട്. BJP-യിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നു എന്നൊരു വാർത്തയുണ്ട്. മമതയുടെ എക്കാലത്തെയും വിമർശകനാണ് അധിർ രഞ്ജൻ ചൗധരി. തൃണമൂൽ കോൺഗ്രസുമായി സഖ്യം ചേർന്നിരുന്നുവെങ്കിൽ ബംഗാളിൽ മിന്നുന്ന വിജയം നേടാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുമായിരുന്നു. പക്ഷേ അധിർ രഞ്ജൻ ചൗധരിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതാക്കൾ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു. എന്തായാലും അധിർ രഞ്ജൻ ചൗധരി പുറത്തേക്ക്. ദീർഘകാലമായി കോൺഗ്രസ്സിന് വേണ്ടി നിലകൊണ്ട ബംഗാളിലെ ശക്തനായ നേതാവ്, 25 വർഷം തുടർച്ചയായി ബംഗാളിൽ നിന്ന് വിജയിച്ച് MP-യായ നേതാവ്. പൊന്നു കായ്ക്കുന്ന മരമായാലും പുരയ്ക്കു മീതെ ചാഞ്ഞാൽ വെട്ടണം. മാത്രമല്ല, പുകഞ്ഞ കൊള്ളിയെ പുറത്താക്കുക തന്നെ വേണം. കോൺഗ്രസ് അത് ചെയ്തിരിക്കുന്നു.